2011 ഏപ്രിൽ മാസം 2-ാം തീയതി. അന്ന് ഒരു സാധാരണ ദിവസമല്ലായിരുന്നു. അന്ന് എല്ലാ ക്രിക്കറ്റ് ആരാധകരും കാത്തിരുന്ന ഒരു പോരാട്ടമായിരുന്നു ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക വേൾഡ് കപ്പ് ഫൈനൽ. ODI വേൾഡ് കപ്പ് ഫൈനൽ എല്ലാ ഇന്ത്യക്കാരും ശ്രീലങ്കക്കാരും കാത്തിരുന്ന പോരാട്ടം. അങ്ങനെ കളി തുടങ്ങുന്നു. വീറും വാശിയും നിറഞ്ഞ മത്സരമാണ് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നമ്മളെല്ലാവരും കണ്ടത്. അങ്ങനെ ഉത്തരങ്ക ഔട്ടായി മാറുന്നു. സഹീർ ഖാന്റെ പന്തിൽ വിരേന്ദർ സെവാഗ് ക്യാച്ച് എടുക്കുന്നു. വളരെ മികച്ച ഒരു വിക്കറ്റായിരുന്നു നമ്മൾ കണ്ടത്. പിന്നീട് MS ധോണിയുടെ കിടിലൻ സ്റ്റംപിങ്ങിലൂടെ കുമാർ സംഗക്കാര ഔട്ടായി മാറുകയാണ്. ശ്രീലങ്കയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത് മഹേല ജയവർദ്ധനെ എന്ന ആ ഒറ്റയാൾ പോരാളിയാണ്. 103 റൺസ്. അങ്ങനെ ഇന്ത്യക്ക് ജയിക്കാൻ 272 റൺസ് മതി. പെട്ടെന്നാണ് എല്ലാ ഇന്ത്യൻ ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ട് ലസിത് മലിംഗയുടെ വിക്കറ്റ് വരുന്നത്. ലസിത് മലിംഗയുടെ വിക്കറ്റിൽ പുറത്താവുകയാണ് നമ്മുടെ എല്ലാമായ വീരേന്ദർ സെവാഗ്. അങ്ങനെ വീറും വാശിയും നിറഞ്ഞ മത്സരത്തിൽ അന്ന് സച്ചിൻ ടെണ്ടുൽക്കർ 18 റൺസിൽ ഔട്ടായി മാറുന്നു. ഒരു കിടിലൻ ക്യാച്ചാണ് നമ്മൾ കുമാർ സംഗക്കാരയിലൂടെ കാണാൻ കഴിഞ്ഞത്. ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്തത് 2 താരങ്ങളാണ്. ഒന്ന് ഗൗതം ഗംഭീർ, മറ്റൊന്ന് നമ്മുടെ എല്ലാമായ ക്യാപ്റ്റൻ കൂൾ എന്നറിയപ്പെടുന്ന MS ധോണി. MS ധോണി 91 റൺസ്, ഗൗതം ഗംഭീർ 97. കിങ് കോഹ്ലി ഔട്ടായി മാറുന്നു. അന്നാണ് വീരേന്ദർ സെവാഗും സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറും ഔട്ടായതിനു ശേഷം യുവരാജ് സിംഗിൻ്റെയും ധോണിയുടെയും ചെറുത്തുനിൽപ്പ് നമ്മളെല്ലാവരും കണ്ടു. ധോണി ദ ഫിനിഷ് ഓഫ് എൻ സ്റ്റൈൽ എന്ന കമൻട്രി ഒരു ഇന്ത്യൻ ആരാധകരും മറക്കാൻ ഇടയില്ല. അങ്ങനെ നീണ്ട നാളുകൾക്ക് ശേഷം 28 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ലോക കിരീടം സ്വന്തമാക്കി. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ഇറ്റ് ഈസ് ആരോൺ ടോക്സ് സൈനിങ് ഓഫ്.